ശരിക്കും ഓരോ കുണ്ടുകൾക്കും ഓരോ പേരുകൾ പറയുന്നില്ലേ? ആ, ഏഴരക്കുണ്ട്. അല്ല, ഈ ഏഴരക്കുണ്ട് ഓരോ കുണ്ടിനും വേറെ വേറെ പേരുകളില്ല. കാരണം ഞാൻ താഴെ മറ്റേ ഫാമിലി ഓൺലി കുഴിയില്ലേ, അതുണ്ടല്ലേ? ഊരാൻകുഴി അങ്ങനെയുണ്ട്. ഏഴരക്കുണ്ട് എന്ന് പറയുന്നത്. ആ, അത്രേ ഉള്ളൂ. താഴോട്ടുള്ളത് അല്ലേ? ഊരാൻകുഴി മാത്രം ഞാൻ കണ്ട്. ആ, പരപ്പാങ്കയം ഉണ്ടല്ലേ? ഓരോ കാറ്റഗറി ആളുകൾക്കും ഓരോ കുണ്ടുകളാണ് കേട്ടോ തരംതിരിച്ചു കൊടുത്തിരിക്കുന്നത്. ഫാമിലിക്കൊന്ന്, മെയിൽസിനൊന്ന്, ഫീമെയിൽസിന് മാത്രം ഒന്ന്, ഫീമെയിൽ ഓൺലി, അങ്ങനെ കുട്ടികൾക്ക് മാത്രം ഒന്ന്, അങ്ങനെയാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. ഇവിടെ അങ്ങനെ തരംതിരിച്ച് കൊടുത്തിരിക്കുകയാണ്. പക്ഷെ ഇതിന് ഓരോ കുഴിക്കും ഓരോ കുണ്ടിനും ഓരോ പേരുകൾ കൊടുത്തിരിക്കുന്നു. മറന്നു സത്യത്തിൽ എന്താണെന്നുള്ളത്. ഇവിടെ ഒന്നും തോട് കാണുന്നേയില്ലേ, കണ്ടില്ലേ? ആ ഈറ്റക്കാടുകൾ നിറഞ്ഞതുകൊണ്ടേ കാണുന്നേയില്ലേ. മീൻ പിടിക്കാനൊക്കെ പറ്റിയ സ്ഥലമാണ്. ഞണ്ട് പിടിക്കാനും മീൻ പിടിക്കാനും ഒക്കെ ആയിട്ട്. ഇത് ഫാമിലി ഓൺലിയാണ്, ഊരാൻകുഴി. ഇതിൻ്റെ ഈ ഒരു കുണ്ടിൻ്റെ പേര് ഊരാൻകുഴി എന്നാണ് കേട്ടോ. സേഫ്റ്റി ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ആവശ്യം ഉണ്ടെങ്കിൽ അവർ തരാം എന്ന് പറഞ്ഞിരുന്നു. ഞാൻ പിന്നെ വെള്ളത്തിൽ ഇറങ്ങാത്തത് കൊണ്ട് അതിൻ്റെ ആവശ്യമില്ല. ഇത് ഫാമിലി ഓൺലി കുണ്ടാണ്. ഏഴരക്കുണ്ടിൽ ഒരു കുണ്ട്, അതിൻ്റെ പേര് ഊരാൻകുഴി. ഈ കാണുന്നതാണ് ഊരാൻകുഴി. ഊരാൻകുഴി ഫാമിലി ഓൺലി കുണ്ടാണ് കേട്ടോ. എന്താ ഭംഗിന്നറിയാം, നല്ല ഭംഗി. ഈ കണ്ണൂരുണ്ടല്ലോ, കണ്ണൂരിൻ്റെ മലയോരം ശരിക്കും നമ്മളെ അതിശയിപ്പിക്കും എന്ന് പറഞ്ഞാൽ അതിശയിപ്പിക്കും. ഒരു തർക്കം വേണ്ട. ഒരുപാട് ടൂറിസം സാധ്യതകൾ ഇവിടെയുണ്ട്, ഒരു തർക്കവുമില്ല. അത് വിനിയോഗിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രതിഷേധാർഹം. നല്ല രസമാണ് കേട്ടോ. നമ്മൾ ഈ പൈതൽ മലയ്ക്ക് പോകുന്ന സമയത്ത് ഇതിൻ്റെയൊക്കെ സൗണ്ട് നമുക്ക് കേൾക്കാം. ഇത് എന്തൊക്കെ ഊരാൻകുഴി കുണ്ട്, ഏഴരക്കുണ്ടിൽ ഒരു കുണ്ട്, ഊരാൻകുഴി കുണ്ട്. ഞാൻ വിശ്വസിക്കുന്നത് വെള്ളത്തിലിറങ്ങുന്നില്ല, വെള്ളത്തിലിറങ്ങാൻ പറ്റൂല. ഞാൻ എൻ്റെ കാര്യങ്ങളൊന്നും കൊണ്ടുവന്നില്ല.